എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പേജ് നമ്പർ 150 വൈറസ് എന്നുള്ള ഭാഗത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് തന്നിരിക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുവാനായിട്ട് പോകുന്നത്. എല്ലാവരും പേജ് നമ്പർ 150 എടുക്കുക. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്ട്രക്ചർ ഓഫ് ദ വൈറസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ ഓഫ് ദ വൈറസ് നമുക്ക് കാണണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. ഫിഗർ 6.1 ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈറസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ വൈറസിൻ്റെ ഘടന കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, വൈറസിൻ്റെ ഘടന അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും. രണ്ടെണ്ണമാണ് പ്രത്യേകമായിട്ട് കാണപ്പെടുന്നത്. ഒന്ന് ക്യാപ്സിഡ്, രണ്ടാമത് ജനറ്റിക് മെറ്റീരിയലാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇതിന് ഉത്തരം എഴുതാം? ഓക്കെ, അപ്പം നമുക്ക് സ്ട്രക്ചർ ഓഫ് ദ വൈറസ് അല്ലെങ്കിൽ വൈറസിൻ്റെ ഘടന എന്നുള്ളിടത്ത് ഇങ്ങനെ എഴുതാം. വൈറസ് ഹാവ് എ സിമ്പിൾ സ്ട്രക്ചർ, അതായത് വൈറസിന് വളരെ ലളിതമായിട്ടുള്ള ഒരു ഘടനയാണ് ഉള്ളത്. ഡിവോയ്ഡഡ് ഓഫ് സൈറ്റോപ്ലാസം, സെൽ ഓർഗനൈൽ ആൻഡ് ന്യൂക്ലിയസ്. എന്താണ് ഈ ലളിതമായ ഈ ഘടന ഉള്ള ഈ വൈറസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് ഡിവോയിഡ് ഓഫ്, അവയ്ക്ക് ഇല്ല എന്ത്, സൈറ്റോപ്ലാസം എന്ന് പറയുന്ന സംഗതി. സൈറ്റോപ്ലാസം എന്താണ്? കോശദ്രവ്യം ഇല്ല. രണ്ടാമത് എന്താണ്? ദേ ഹാവ് നോ സൈറ്റോപ്ലാസം. സെൽ ഓർഗനൽ അല്ലെങ്കിൽ കോശത്തിലുള്ള അംഗങ്ങൾ, കോശാംഗങ്ങൾ, അതായത് ഒരു കോശം എന്ന് പറയുന്നത് പല സംഗതികൾ കൂടി ചേർന്നതാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോസിൽ ഞാനത് എക്സ്പ്ലെയിനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോശാംഗങ്ങൾ ഒന്നും വൈറസിനില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ഇല്ല, സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശ അംഗങ്ങൾ ഇല്ല. മൂന്നാമതായിട്ട് അവയ്ക്ക് ഒരു എന്താണ്, ന്യൂക്ലിയസും ഇല്ല അല്ലെങ്കിൽ കോശ മർമ്മം ഇല്ല എന്നുള്ള കാര്യവും നാം മനസ്സിലാക്കണം. അപ്പം മർമ്മങ്ങളില്ലാത്ത, കോശാംഗങ്ങളില്ലാത്ത, കോശദ്രവ്യമില്ലാത്ത, സൈറ്റോപ്ലാസം ഇല്ലാത്ത, സെൽ ഓർഗനൽസ് ഇല്ലാത്ത, ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരു ജീവജാലമാണ് എന്ന് പറയുന്നത് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ അവയുടെ ഘടന പിന്നെ എന്താണ്? എന്നാൽ അവയ്ക്ക് ഉള്ളത് എന്താണെന്നും കൂടി നമുക്ക് മനസ്സിലാക്കണം. അവയ്ക്ക് ആകെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ജെനറ്റിക്സ് മെറ്റീരിയൽ, അതായത് ഒരു ജീവി പെരുകണമെങ്കിൽ അവയ്ക്ക് ഒരു ജെനറ്റിക് മെറ്റീരിയൽ വേണമല്ലോ. അപ്പം ഈ വൈറസിന് ഉള്ളത് ഒരു ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഈ ഫിഗർ 6.1 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ജെനറ്റിക് മെറ്റീരിയലിനെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് സുരക്ഷിതമായിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ക്യാപ്സിഡ് എന്ന് പറഞ്ഞ ഒരു ആവരണവും ഉണ്ടായിരിക്കും. അപ്പോൾ വൈറസിനുണ്ടാകുന്ന എന്താണ്? ജെനറ്റിക് മെറ്റീരിയൽ DNA ഓർ RNA ആർ ഫൗണ്ട് ഇൻസൈഡ് ആൻഡ് ഔട്ടർ പ്രോട്ടീൻ കോട്ട്. അത് ഒരു പ്രോട്ടീനിൻ്റെ കോട്ട് കൊണ്ടുണ്ടായിരിക്കുന്ന ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു ആവരണം. ഈ ആവരണം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പ്രോട്ടീനിൻ്റെ കോട്ട് കൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്? ഇൻഡിക്കേറ്റേഴ്സ് സെല്ലിന് ഡിഫറൻസ് ബിറ്റ്വീൻ വൈറസ് ആൻഡ് അതർ സെൽസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതർ സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതര കോശങ്ങൾ, അതായത് മറ്റു കോശങ്ങളിൽ നിന്ന് വൈറസുകൾക്ക് എങ്ങനെയാണ് വ്യത്യാസമുണ്ടായിരിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ വൈറസ് ആൻഡ് അതർ സെൽസ് അല്ലെങ്കിൽ ഇതര കോശങ്ങളിൽ നിന്ന് വൈറസ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് വൈറസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ വൈറസ് എന്താണ്? വൈറസ് ആർ സ്മോളർ ദാൻ അവർ ബോഡി സെൽസ്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ വൈറസ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ശരീരത്തിലുള്ള കോശങ്ങൾ ബോഡി സെല്ലിനേക്കാളും സ്മോളർ ആണ്, അതായത് വളരെ ചെറുതാണ്. അപ്പോൾ വൈറസിൻ്റെ ഒരു പ്രത്യേകത മറ്റു കോശങ്ങളെക്കാൾ, മറ്റു ജീവികളുടെ കോശങ്ങളെക്കാൾ വളരെ ചെറുതാണ്. വൈറസ് ഹാവ് DNA ഓർ RNA ജീനോംസ്. വൈറസിന് ഉള്ളത് എന്താണ്? ജനിതക പദാർത്ഥങ്ങളായിട്ട് അവയ്ക്കൊരു DNA അല്ലെങ്കിൽ RNA ഉണ്ടായിരിക്കും. ഓക്കെ, ദേ ആർ ഒബ്ലിഗേറ്റ് ടു ഇൻട്രാ സെല്ലുലർ പാരസൈറ്റ്സ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, ഇൻട്രാ സെല്ലുലർ പാരസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസ് എന്ന് പറയുന്ന ജീവജാലം ഒരു പാരസൈറ്റാണ്. പാരസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, മറ്റൊരു ജീവിയോട് പറ്റിച്ചേർന്നുകൊണ്ട് ആ ജീവിയിൽ നിന്ന് ആഹാരവും അതിന് വേണ്ടുന്ന സംഗതികളും ഉൾക്കൊള്ളുന്ന ജീവജാലങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? പാരസൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻട്രാസെല്ലുലർ പാരസൈറ്റ് എന്നാണ് വൈറസിനെ വിളിക്കുന്നത്. വൈറസ് ഇൻട്രാസെല്ലുലർ പാരസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സെല്ലിലാണ് വൈറസ് ജീവിക്കുന്നത്. അതുകൊണ്ട് വൈറസിനെ ഒരു ഇൻട്രാസെല്ലുലർ പാരസൈറ്റ് എന്ന് വിളിക്കാം. വൈറസ് ക്യാപ്സിഡ് ഫങ്ഷൻസ് ടു പ്രൊട്ടക്ട് ദ ന്യൂക്ലിക് ആസിഡ് ഫ്രം ദ എൻവയോൺമെൻറ്റ്. അതായത് വൈറസ് ഉള്ള ആ പരിസ്ഥിതിയിൽ അവയുടെ ന്യൂക്ലിക് ആസിഡിനെ അത് സംരക്ഷിക്കുന്ന എന്താണ്? ക്യാപ്സിഡ് എന്ന് പറയുന്ന ആ ഒരു ആവരണം, ബാഹ്യ ആവരണമുണ്ട് എല്ലാ വൈറസിനും
പ്രയോജനമെന്ന് ഫിഗർ 6.1 നമ്മൾ കണ്ടല്ലോ. ആ ക്യാപ്സിഡ് അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിക് ആസിഡിനെ അല്ലെങ്കിൽ ജനിതക പദാർത്ഥങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നു. ഓക്കെ, സം വൈറസസ് സറൗണ്ട് ദെയർ ക്യാപ്സിഡ് വിത്ത് എ മെംബ്രെയിൻ ഓർ എൻവലപ്പ്. അപ്പം ചില വൈറസുകൾ പ്രത്യേകമായിട്ട് ഒരു മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു ആവരണം കൊണ്ട് അവയെ എന്താണ് ചെയ്യുന്നത്, കവർ ചെയ്ത് നിർത്തുന്നു. വൈറസ് നീഡ്സ് എ ഹോസ്റ്റ് ടു റീപ്രൊഡ്യൂസ്. ഇനി വൈറസിന് ഒരു പ്രത്യുൽപാദനം നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ അവയ്ക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അവയ്ക്ക് പെരുകണമെങ്കിൽ മറ്റൊരു സെല്ലിൻ്റെ ആവശ്യം ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ഒരു പാരസൈറ്റ് എന്ന് പറയുന്നത്, ഇൻട്രാസെല്ലുലർ പാരസൈറ്റ് എന്ന് പറയുന്നത്. ദേ വിൽ നോട്ട് സർവൈവ് ഔട്ട്സൈഡ് ഓഫ് എന്താണ് പറയുന്നത്, ക്യാപ്സിഡ് അണ്ടിൽ ദേ വിൽ നോട്ട് സർവൈവ് ഔട്ട്സൈഡ് എ ഹോസ്റ്റ്. അതായത് അവയ്ക്ക് ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ പുറത്ത് സർവൈവ് ചെയ്യുവാൻ, നിലനിൽക്കുവാനായിട്ട് സാധിക്കില്ല. അണ്ടിൽ ദ ക്യാപ്സിഡ് ബ്രേക്സ് ഡൗൺ ഓവർ ടൈം. അതായത് സമയത്തിൻ്റെ പൂർണ്ണതയിൽ എപ്പോഴാണോ ഈ വൈറസിൻ്റെ ക്യാപ്സിഡ് ബ്രേക്ക് ഡൗൺ ആയി പോകുന്നത്, അത് വിഘടിച്ച് പോകുന്നത്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകുന്നത്, അല്ലെങ്കിൽ നശിച്ചു പോകുന്നത്, ആ നിമിഷത്തിന് ശേഷം വൈറസിന് ഒരിക്കലും പുറത്ത് നിലനിൽക്കാൻ, ഒരു ജീവജാലത്തിൻ്റെ പുറത്ത് നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ വൈറസ് ആൻഡ് അതർ സെൽസ്. ഇതര സെല്ലുകളും വൈറസും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈറസിൻ്റെ കാര്യം ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെല്ലിൻ്റെ കാര്യമാണ്. ഓക്കെ, സെൽസ് ഹാവ് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ പ്രോപ്പർട്ടീസ്. അതായത് ഈ സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾക്ക് എന്താണുള്ളത്, ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്, അവയ്ക്ക് ഒരു ഘടനയുണ്ട്, അവയ്ക്ക് ഈ സെല്ലിനകത്ത് ചില പ്രോപ്പർട്ടികൾ, ചില പദാർത്ഥങ്ങൾ ഉണ്ടായിരിക്കണം. അവയെല്ലാം സെല്ലിനകത്തുണ്ട്. ഇൻ സെൽ വി സീ ദ പ്രസൻസ് ഓഫ് സൈറ്റോപ്ലാസം. അതായത് നമ്മൾ പറഞ്ഞു വൈറസിൽ നമ്മൾ സൈറ്റോപ്ലാസമോ അല്ലെങ്കിൽ റൈബോസോമോ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനോ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽസ് ഒഴികെ വേറെ ഒന്നും കാണുകയില്ല എന്ന്. പക്ഷേ സെല്ലിന് എന്താണ് പറ്റുന്നത്, സെല്ലിനകത്ത് നമുക്ക് റൈബോസോം കാണാനായിട്ട് സാധിക്കും, പ്ലാസ്മ മെംബ്രെയിൻ കാണുവാനായിട്ട് സാധിക്കും, ജനറ്റിക് മെറ്റീരിയൽസ് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ കോമൺ ആയിട്ട് ഉള്ളി ജനറ്റിക് മെറ്റീരിയലാണ് അതർ സെല്ലും ഈ പറയുന്ന വൈറസിനും ഉണ്ടാകുന്നത്. ഈ സെല്ലുകൾ എന്താണ് ചെയ്യുന്നത്, ഇൻടേക്ക് ന്യൂട്രിയൻസ്, എനർജി സിന്തസൈസ് ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ്. അതുപോലെ തന്നെ സെല്ലിനകത്ത് എന്ത് ചെയ്യുന്നു, അവ പോഷകങ്ങളെ സ്വീകരിക്കുന്നു, എനർജിയെ രൂപപ്പെടുത്തിയെടുക്കുന്നു, അതുപോലെ തന്നെ റിമൂവ്സ് വേസ്റ്റ്. അതായത് സെല്ലിനകത്തുണ്ടാകുന്ന ആ വേസ്റ്റുകളെ പുറന്തള്ളപ്പെടുന്നു. ദ സൈറ്റോപ്ലാസം ഈസ് എ തിക്ക് കോൺജുഗൽ ഫ്ലൂയിഡ് കവറിങ് ഈച്ച് സെൽ. അതായത് സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അത് എന്താണ് ചെയ്യുന്നത്, ഈച്ച് സെല്ലുകളെയും ഓരോ സെല്ലിനെയും കവർ ചെയ്ത് അല്ലെങ്കിൽ ആവരണം ചെയ്തിരിക്കുന്നു. സെൽ ഹാസ് എ എൻവലപ്പിംഗ് സെൽ മെംബ്രെയിൻ. അതുപോലെ തന്നെ സെല്ലിന് എന്താണ്, ഒരു കവർ ചെയ്യുന്ന ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സെല്ലിന് ആവരണവും ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഇനി മൂന്നാമത്തേതിലേക്ക് നമ്മൾ പോവുകയാണ്. റീസൺസ് ഫോർ നോട്ട് ഇൻക്ലൂഡിങ് വൈറസ് ഇൻ ദ ക്ലാസിഫിക്കേഷൻ. എന്തെല്ലാം കാരണം കൊണ്ടാണ് ഈ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ വൈറസിനെ ഉൾപ്പെടുത്താത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം കൂടി നമുക്ക് പറയാം. വൈറസ് ക്യാരക്ടറിസ്റ്റിക്സ് ഡോണ്ട് മാച്ച് വിത്ത് എനി ഓഫ് ദ കിങ്ഡംസ് ഇൻ ദ 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അതായത് വൈറസിൻ്റെ ക്ലാസിഫിക്കേഷൻ, വിഭജനം അല്ലെങ്കിൽ വർഗീകരണം ഒരു രീതിയിലും ഈ 3 കിങ്ഡം ഡൊമൈനിലേക്ക് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല. ഏതെല്ലാമാണ് ഈ 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ളത്, ബാക്ടീരിയ, ആർക്കിയ ആൻഡ് യുക്കരിയ. ഈ 3 ഗ്രൂപ്പിലേക്കും ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല. ഓർ ദ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല. ഈ 6 കിങ്ഡംസ് ഏതെല്ലാമാണെന്ന് പേജ് നമ്പർ 141 നിങ്ങൾ ആ പേജ് നമ്പർ എടുത്തേച്ചൊന്ന് നോക്കുക. സോ വൈറസസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദിസ് ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ വൈറസിനെ എന്താണ് ഈ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല. വൈറസ് കനോട്ട് പെർഫോം എനി മെറ്റാബോളിക് ഫംഗ്ഷൻ ആൻഡ് ദേ ഡോണ്ട് ഹാവ് എനി ഓർഗാനലെ ആൻഡ് ദേ കനോട്ട് റെസ്പെയർ. അതായത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ മെറ്റാബോളിക് പർപ്പസിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, അവയ്ക്ക് റെസിപ്രേഷൻ ചെയ്യാനായിട്ട് ചെയ്യണം, അതുപോലെ തന്നെ അവയ്ക്ക് റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പെർഫോം മെറ്റാബോളിക് ആക്ടിവിറ്റികൾ ചെയ്യണം, അതുപോലെ തന്നെ സെൽ ഓർഗൻസ് ഉണ്ടാകണം. അപ്പോൾ വൈറസിനെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ഒരു മെറ്റാബോളിക് ആക്ടിവിറ്റി, അതായത് ഒരു ജീവൽ പ്രക്രിയ നടക്കുന്നില്ല. ദേ ഡോണ്ട് ഹാവ് എനി ഓർഗനല്ലേ, അവർക്ക് കോശത്തിനുണ്ടാകേണ്ട ഓർഗൻസ് ഒന്നുമില്ല. ദേ കനോട്ട് റെസ്പെയർ, അവയ്ക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റില്ല. ഇറ്റ് പെർഫോംസ് മെറ്റാബോളിക് ഫംഗ്ഷൻ ഓൺലി അറ്റ് ദ ലിവിങ് ഹോസ്റ്റ്. അതുപോലെ തന്നെ എന്താണ് ചെയ്യുന്നത്, ഈ വൈറസുകൾ മറ്റൊരു കോശത്തിൽ നിന്നുകൊണ്ടാണ് മെറ്റാബോളിക് ജീവൽ പ്രക്രിയകളെല്ലാം നടത്തുന്നത്. ദസ് ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം.
അതുകൊണ്ട് ഇവയെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇനി നമുക്ക് കുറച്ചുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ഓർഗാനിസംസ് ഹാവിംഗ് ദ എബിലിറ്റി ടു റീപ്രൊഡ്യൂസ്, റെസ്പോണ്ട് ടു എൻവയോൺമെൻറ്റ്, ടു ഗ്രോ ആൻഡ് ടു ഡു മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോസസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതായത് ഏതെല്ലാം ജീവജാലങ്ങൾക്കാണോ താഴെ പറയുന്ന പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്, ആ ജീവജാലങ്ങളെയാണ് എന്തിൽ ചെയ്യുന്നത്, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ആ പ്രവൃത്തികൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഓർഗാനിസംസ് ഹാവിംഗ് എബിലിറ്റി ടു റീപ്രൊഡ്യൂസ്, അവയ്ക്ക് പ്രത്യുൽപാദനം നടത്തുന്നതിനുള്ള കഴിവ് വേണം. റെസ്പോണ്ട് ടു എൻവയോൺമെൻറ്റ്, അതായത് അവ ജീവിക്കുന്ന പരിസ്ഥിതിയോട് പ്രതികരിക്കുവാനുള്ള കഴിവ് വേണം. ടു ഗ്രോ, അവ വളരണം. ആൻഡ് ഡു മെറ്റാബോളിക് ആക്ടിവിറ്റീസ്, അവയ്ക്ക് ജീവൽ പ്രക്രിയകൾ വേണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ജീവജാലങ്ങളെയാണ് എന്ത് ചെയ്യുന്ന ഏതൊരു ജീവിയെയാണെങ്കിലുമാണ് ഈ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വൈറസ് മൾട്ടിപ്ലൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹോസ്റ്റ് സെൽ, അതായത് വൈറസ് എപ്പോഴും പെരുകുന്നത് എങ്ങനെയാണ്, ഏത് കോശത്തിലാണ് അത് ജീവിക്കുന്നത് ആ കോശം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവ വളരുന്നത്. വൈറസ് ആർ ഇനാക്റ്റീവ് ഔട്ട്സൈഡ് എനി ലിവിങ് സെൽ, അതുപോലെ തന്നെ വൈറസിന് നിർജീവമാണ് എവിടെ, ഏതെങ്കിലും ഒരു സെല്ലിന് പുറത്താണെങ്കിൽ വൈറസ് നിർജീവമായിരിക്കും. ഡ്യൂ ടു ദിസ് യൂണിക് ക്യാരക്ടേഴ്സ്, അതായത് ഇത്തരത്തിലുള്ള സവിശേഷമായ സ്വഭാവം കൊണ്ട് വൈറസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എനി കാറ്റഗറി ഓഫ് ദ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. വൈറസുകളെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഒന്നിലും ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇൻഡിക്കേറ്റേഴ്സ് ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു.